എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ. അങ്ങനെ 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 ദിവസം 3 നേരം അത് നിർബന്ധ. ഷാഫിക നടക്കുന്ന റീലിട്ട മാങ്കൂട്ടം ഇരിക്കുന്ന റീലിടും, തൊട്ടു പിന്നാലെ സതീശേട്ടനും. ഇതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഒപ്പെടുക്കാൻ ചുറ്റും ഒരു 5-6 ക്യാമറയും 6 സോഷ്യൽ മീഡിയ ടീമും ഒക്കെ ഉണ്ട്. പറയുന്ന പോലൊന്നും അല്ല കേട്ടോ, വളരെ കഷ്ടപ്പാടാണ്. ക്യാമറ ഉണ്ടെന്ന് അറിയാത്ത പോലെ വൻ സിനിമ സ്റ്റൈൽ മുഖഭാവം കാണിക്കണം, മീശ പിരിക്കണം, ചിരിക്കുകയും കളിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യണം. പക്ഷെ കുറ്റം പറയരുതല്ലോ, കണ്ട ഒട്ടും ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും തോന്നത്തില്ല. അല്ലെങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ പണ്ടേ ഇവർക്കൊന്നും ടൈമിംഗ് ഇല്ലല്ലോ. പണ്ട് ചാനൽ ക്യാമറ ചുറ്റുമുള്ളപ്പോ മഷിക്കുമ്പി കമഴ്ത്തി ചോരയെന്ന് പറഞ്ഞ ടീമിന് എന്ത് ക്യാമറ, എന്ത് ഭരതമുനി, എന്ത് നാട്യശാസ്ത്രം. ഇങ്ങനെ റീലെടുത്ത് കാറിൽ കറങ്ങി നടക്കുമ്പോഴാണ് VD സതീശന്റെ ഒരു റീല് മാങ്കൂട്ടം കാണുന്നത്. റീലിൽ ആശാനെ വെട്ടണമെന്നും പറഞ്ഞു ഉടനെ വണ്ടി തിരിച്ചു നിലമ്പൂരിലെ മുണ്ടേരിയിലേക്ക്. പക്ഷെ പണി നൈസായിട്ടൊന്ന് പാളി, നാട്ടുകാരങ്ങ് ഇടപെട്ടു. ആ സർക്കാർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു പാലം വന്നു. എന്താണ് ബ്രോ, മോഡേണോ? എങ്ങനെ ഇടപെടാതിരിക്കും? LD സർക്കാർ പണിയുന്ന പാലത്തിന്റെ മുന്നിൽ വന്ന് നിന്ന് കോപ്രായം കാട്ടിയപ്പോ അവരങ്ങ് ഇടപെട്ടു, അത്രേ ഉള്ളൂ. കൂട്ടത്തിൽ ഒരാൾ കണക്കിന് കൊടുത്തു, ഈ പരിപാടി ഇവിടെ നടക്കില്ലെന്ന് പറയുകയും ചെയ്തു. പാവൻ ജൂനിയർ MLA ടെമ്പർ അങ്ങ് വിട്ടുപോയി. പിന്നെ എന്തോ ഒരു വാക്കും വായിന്നങ്ങ് വന്നു. ക്ഷമിക്കണം, മാങ്കൂട്ടത്തിന്റെ വായിന്ന് വീഴുന്ന വാക്കുകളൊക്കെ മ്യൂട്ടാക്കാതെ അങ്ങനൊന്നും കൊടുക്കാൻ കഴിയില്ല. അതിനുശേഷം അടുത്ത കലാപരിപാടി, നാട്ടുകാരുടെ നെഞ്ചത്തേക്ക് കയറൽ. അറിയാലോ, ഏട്ടനാണ്. ഇതൊക്കെ പിന്നെ ഏട്ടന്റെ മെയിൻ കലാരൂപമാണല്ലോ. 2 ദിവസം മുമ്പ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ നേർക്കായിരുന്നു. ഇന്ന് നാട്ടുകാരുടെ നെഞ്ചത്തേക്കും. ഓടാൻ പറ്റുമോ? അല്ലേലും കലാകാരനല്ലാത്തവനെ സമൂഹം അംഗീകരിക്കത്തില്ല. സമൂഹത്തിന്റെ പ്രശ്ന. ഇനിയിപ്പോ ഒരു സംശയം, ഷൗക്കത്ത് പണ്ട് സിനിമ പിടിച്ചു എന്നറിഞ്ഞ് ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഈ റീൽ പരാക്രമണം? എന്തേലും ആട്ടെ, നമ്മൾ ഇതിലില്ല, കണ്ടാ മതി.